ഹലോ ചങ്ങായിമാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമുക്ക് പോത്തുംകാലും കപ്പ ഉണ്ടാക്കിയാലോ? അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു പാത്തൂസ് കിച്ചൺ വൈബ്സ്. അതിനായിട്ട് ഇവിടെ കപ്പ ഒന്ന് പൊരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. എൻ്റെ ഉമ്മ തന്നെ പൊരിച്ചു തന്നതാണ്. നമുക്ക് പിന്നെ പൊരിക്കുന്ന പരിപാടി നടക്കില്ല, നമ്മൾ ഉണ്ടാക്കുന്ന വേണമെങ്കിൽ ഒന്ന് നോക്കാം. അപ്പോൾ തന്നെ കപ്പയൊക്കെ പൊരിച്ച് കൊണ്ടുവന്ന് അതൊക്കെ ചേർത്തി തന്നു. ഞാനതൊന്ന് തോലൊക്കെ പൊളിച്ചാന്ന് ഞാനത് കട്ട് ചെയ്ത് നമ്മുടെ കുക്കറിലേക്ക് അങ്ങ് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് അങ്ങ് ഇടാണ്. കുക്കറിൽ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. ചിലപ്പോൾ വേവുള്ള കപ്പ മൂത്ത കപ്പ പോലെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ടതാണ്. പെട്ടെന്ന് വെന്തിട്ടുണ്ടേ. അപ്പോൾ അങ്ങനെ എല്ലാം നമുക്കതുപോലെ ഒന്ന് കട്ട് ചെയ്തിടാം. അപ്പോൾ കപ്പയൊക്കെ ഞങ്ങളിവിടെ റെഡിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്കൊരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1.25 ടീസ്പൂൺ കപ്പയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അത് രണ്ടും കൂടി ഇട്ടിട്ട് അതിനനുസരിച്ച് അത് കപ്പ വെന്ത് വരാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുങ്ങുന്നത് വരെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത്ര വേണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. അത് വെന്തതിന് ശേഷം വെള്ളം ഊറ്റിയെടുക്കുകയാണ് ചെയ്യൽ. അപ്പോൾ ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടുപ്പത്തേക്ക് അങ്ങ് വെച്ച് അത് അടുപ്പത്ത് വെച്ച് ഞങ്ങൾ എല്ലിൻ്റെ പരിപാടി തുടങ്ങി. അപ്പോൾ ഇവിടെ പോത്തുംകാലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായി കഴുകി നീറ്റാക്കി വൃത്തിയാക്കി വെച്ചു. 1.5 കപ്പ് തേങ്ങയിൽ ഉള്ളിയും കാന്താരിയും വലിയ ജീരകവും ഇട്ടിട്ടൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 3 വിസിൽ വന്നപ്പോൾ തന്നെ ഏകദേശം വെന്തിട്ടുണ്ട്. അത് നമ്മൾ വെള്ളമൊക്കെ ഊറ്റി അതൊരു ഉരുളിയിലേക്ക് അങ്ങ് മാറ്റി അതേ കുക്കറിൽ തന്നെ എല്ലും കഷ്ണം ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി അതിനകത്ത് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് മുളക് പൊടി ഒരു 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുരുമുളക് പൊടി ഇടുന്നുണ്ട്, അതുകൊണ്ട് മുളക് പൊടി ഒരു 1.5 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ എല്ലിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി അതിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിറച്ചൊഴിക്കണ്ട, ഒരുപാട് ആയാൽ കുക്കർ അടിയുമ്പം പുറത്തേക്ക് വരാനും അത് ഗ്യാസ് മേലൊക്കെ ആയി മൊത്തം വൃത്തികേടാവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് ചേർത്തിട്ട് അതങ്ങ് അടുപ്പത്തിലേക്ക് അങ്ങ് കയറ്റി അങ്ങ് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ കപ്പ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിന് നമുക്കൊരു സ്പൂണോ മന്തോ അങ്ങനെ വല്ലതും യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ചൂടോടെ ഉടച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, എന്നാൽ മാത്രം പെട്ടെന്ന് ഉടഞ്ഞു വരുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ചൂട് പോയത് കൊണ്ട് തന്നെ ഉടയാൻ കുറച്ച് പാടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് അങ്ങനെ ഉടച്ചെടുക്കണം, നന്നായിട്ട്, എന്നാൽ മാത്രമേ ആ ഒരു സെറ്റാവുള്ളൂ. അപ്പം നമ്മുടെ ബീഫ് പോത്തുംകാലം ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ അരപ്പങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പതപ്പിച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് പതപ്പിച്ചെടുക്കാം. ഇതിലൊരു കാര്യം പറയുകയാണ്, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പാത്തൂസ് കിച്ചൺ വൈബ്സ് എന്ന് പറഞ്ഞ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ അത് ഏകദേശം സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്കൊരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനകത്ത് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ അതിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ കപ്പയിലേക്ക് അങ്ങ് തട്ടി കൊടുക്കാം ഗൈസ്. അപ്പോൾ അതൊക്കെ നമുക്ക് ആ കപ്പയിലേക്ക് അങ്ങ് തട്ടിയിട്ട് കൊടുക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ അതിലേക്ക് അങ്ങ് തട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഫോൺ എടുത്ത് കഴിഞ്ഞാൽ പിടിച്ച് ഉമ്മയാണ് മിക്സ് ചെയ്തത്. ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു, അല്ലാണ്ട് എനിക്ക് ഫോൺ അവിടെ വെച്ചിട്ട് എടുക്കുമ്പോൾ അത് മര്യാദയ്ക്ക് എടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഇനി അത് ഇളക്കി സെറ്റ് ചെയ്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ കപ്പപ്പൊയ്ക്ക് പോത്തുംകാല് വെച്ചിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇവിടെ ട്രൈ ചെയ്തൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ബൈ.